CHR വിഷയത്തിൽ മലയോര അവകാശവേദി കർഷക സമ്മേളനം നടത്തി. കർഷകരുടെ നേതൃത്വത്തിൽ സെൻട്രൽ എംപവേർഡ് കമ്മിറ്റിക്കും സംസ്ഥാന സർക്കാരിനും വിദഗ്ധ സമിതിക്കും പരാതി നൽകുവാൻ ഒരുങ്ങുന്നതായി നേതൃത്വം അറിയിച്ചു. രാജാക്കാട് മുല്ലക്കാനത്ത് ചേർന്ന യോഗത്തിലാണ് CHR മേഖലയിൽ വീട് വെച്ചും കൃഷി ചെയ്തും താമസിക്കുന്ന കൈവശക്കാർ പരാതി അയക്കാൻ തീരുമാനമെടുത്തത്. മേഖലയിൽ പട്ടയ വിതരണം നിർത്തലാക്കിയതും ഏലം കുത്തകപ്പാട്ടം പുതുക്കി നൽകാത്തതിനും പിന്നിൽ ചിലർക്ക് നിക്ഷിപ്ത താൽപര്യങ്ങളുണ്ടെന്ന് മലയോര അവകാശവേദി നേതൃത്വം ആരോപിച്ചു. ഒരു തുണ്ട് വനഭൂമി പോലുമില്ലാത്ത രാജാക്കാട് പഞ്ചായത്തിലും CHRന്റെ പേരിൽ കാടൻ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണെന്നും ഇവർ കുറ്റപ്പെടുത്തി. നമ്മൾ സാധാരണ സാധന ഉൽപ്പന്നങ്ങൾക്കാണെങ്കിൽ ഏലക്കായോ ഇടച്ചനയോ കുരുമുളകോ വിൽക്കുമ്പോൾ മാത്രമേ നികുതി കിട്ടുന്നുള്ളൂ. ഒരു കീടനാശിനിക്ക് നമ്മൾ 15% നികുതിയാണ് കൊടുക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ബില്ലെടുത്ത് നോക്കണം, അതിന് 15% നികുതിയാണ് കൊടുക്കുന്നത്. പക്ഷേ അത് 5-1 നികുതിയാണ്. ഞാൻ 1 ലക്ഷം രൂപ കൊടുത്താൽ 20,000 രൂപയുടെ അടുത്ത് 18,000 രൂപ നികുതിയാണ് കൊടുക്കുന്നത്. നമ്മൾ ഒരേക്കർ തോട്ടത്തിൽ നമ്മൾ എത്ര ലക്ഷം രൂപയുടെ കീടനാശിനിയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ വളങ്ങളൊന്നും മാത്രമാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ ഊർജിതമായ കൃഷി മറ്റൊരു കൃഷിയിലില്ല, കേരളത്തിൽ കൃഷിയിലില്ല. അതിനാൽ വലിയ തോതിൽ നമ്മൾ സാധനം വിൽക്കുമ്പോൾ നികുതി കൊടുക്കുന്നുണ്ട്, നമ്മൾ വലിയ തോതിൽ ഇതും കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഈ കീടനാശിനി അല്ലെങ്കിൽ വളങ്ങൾ പർച്ചേസിലൂടെ നമ്മൾ നികുതി കൊടുക്കുന്നുണ്ട്. സർക്കാരിനെ നല്ല തോതിൽ പ്രോത്സാഹിപ്പിക്കുന്ന 1000 കോടി രൂപയെങ്കിലും നികുതി കൊടുക്കുന്ന നമ്മൾ ജനതയോടാണ് സർക്കാർ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ബേബി മാത്യു അധ്യക്ഷനായിരുന്നു. ബെന്നി പാലക്കാട്, സിബി കൊച്ചുവെള്ളാട്ട, തങ്കച്ചൻ വെട്ടുകല്ലിൽ, ബേബി ചക്കാങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. സർക്കാരിനും കേന്ദ്ര എംപവേർഡ് കമ്മിറ്റിക്കും നൽകുന്നതിനായി തയ്യാറാക്കിയ അപേക്ഷയിൽ 78-കാരിയായ സർപ്പക്കുഴിയിൽ കമലാക്ഷി കരുണാകരൻ ഒപ്പിട്ടുകൊണ്ട് തുടക്കമിട്ടു.